പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ കൃപാസനത്തിൽ നടന്ന റാലിയുടെ ലക്ഷക്കണക്കിന് ജപമാല പ്രാർത്ഥനയുടെ ശക്തിയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ തളർന്നു പോയവരെ, പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ ബലം നഷ്ടപ്പെട്ടു പോയവർ, അവരുടെ ജീവിതത്തിന് സങ്കടങ്ങളും ദുരിതങ്ങളും കാരണം പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് തോന്നാത്തവർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. നിന്റെ വഴികളിൽ അഹരോന്റെ ഉണക്ക ബദാംകമ്പ് പച്ച പിടിച്ചതുപോലെയും കായ്ച്ചതുപോലെയും പൂത്ത് കായ്ച്ചതുപോലെ ദേവതരെ ഈ ആശീർവാദ സമയം നിന്റെ നഷ്ടപ്രതീക്ഷകൾ പൂവണിയുകയും നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ, നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേൽ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാത്തി കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കും. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സുസ്ഥി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കഴിഞ്ഞ ദിവസം നമ്മുടെ കൃപാസനത്തിൽ രസകരമായ സാക്ഷ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കേസാണ്, കോടതി കേസ്. അപ്പം വക്കീല് പറഞ്ഞു ഈ കേസ് ഞാൻ വാദിക്കണില്ല എന്ന് പറഞ്ഞു. കാരണം കേസ് തോക്കും. എൻ്റെ ഹിസ്റ്ററിയിൽ അങ്ങനെ തോറ്റ കേസ് ഇല്ല, അതെൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞ് സാറേ ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല, പരിചയമുള്ള വിശ്വാസമുള്ള ആരും ഇല്ല. പിന്നെ നമ്മളെ കോടതി ചെന്ന് പെട്ടുപോവുകയും ചെയ്ത് പിന്നെ എന്ത് ചെയ്യും. അപ്പം അത് സത്യം പറഞ്ഞാൽ അവർ പറഞ്ഞത് ശരിയായിരുന്നു. അപ്പം കേസിൻ്റെ തലേ ദിവസം അവർ വന്ന് കൃപാസനത്തിൽ ഇരിക്കുകയാണ് മാതാവിൻ്റെ അടുത്ത്. നാളെ കേസാണല്ലോ. അപ്പോൾ കാര്യം അവർക്ക് ആരുമില്ല, വക്കീലും കൈ ഒഴിഞ്ഞല്ല, കേസ് തോക്കും, പിന്നെ മാതാവ് മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു ഉദ്ദേശത്തിലാണ് അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൃപാസനത്തിൽ മാതാവിൻ്റെ മുഖത്ത് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഒരു 3:30 വക്കീൽ വിളിച്ചു വരാം. അപ്പം സാറേ എന്താ നാളല്ല കേസ്, ഞങ്ങൾക്കറിയാവേ. നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു. ഞങ്ങൾ കൃപാസനത്തിലാണ്, നാളെ അല്ലേ കേസ്, ഞങ്ങൾക്കറിയാവേ. അപ്പോൾ വക്കീൽ പറയും അത് നാളെ അല്ല, ഇന്നാണ് അതെന്ന്, കേസ് ഇന്നാണ്. അപ്പോൾ അവർ ഞെട്ടിപ്പോയി. കേസ് ഇന്നാ? ആ നിങ്ങളുടെ കേസ് ഇന്നായിരുന്നു. നാളെയാണ് ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കണമെങ്കിൽ കേസ് ഇന്നെടുത്ത് ആ കേസ് തള്ളിപ്പോ എന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ ഞാൻ ആൾക്കാരെ നിൽക്കൊണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ചില ആരുമില്ല എന്ന് അവർ പറഞ്ഞില്ലേ. ദൈവതിരുസന്നിധിയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ ആരും ഇല്ലെന്ന് പറയണം. അപ്പോൾ നിങ്ങൾക്ക് കള്ളം പറയണമെന്നാണ് അച്ഛൻ പറയണത്. അതല്ല, എല്ലാവരും ഉള്ളപ്പോഴും ഇല്ലാത്തതുപോലെ ആയിരിക്കണം ദൈവതിരുസന്നിധിയിൽ ഒരു വിഷയം റിലേ ചെയ്യേണ്ടത്. കാര്യം വചനത്തിൻ്റെ ഒരു പോക്കൊക്കെ അങ്ങനെയാണ്. നിങ്ങളെ പ്രഭുക്കന്മാർ ആശ്രയിക്കരുത്, രക്ഷ നേടാൻ കഴിയാത്ത മനുഷ്യരിൽ അഭയം തേടരുത്. സങ്കീർത്തനം 118 8 9 വാക്യങ്ങൾ. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. കർത്താവിൽ അഭയം തേടുന്നതാണ് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. കർത്താവിൽ അഭയം തേടുന്നതാണ് നല്ലത്. അപ്പം എന്ത് വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാരിൽ ആശ്രയിക്കുന്നതല്ല പറയണത്. അതായത് ദൈവത്തിൻ്റെ സ്ഥാനം മനുഷ്യന്മാർക്ക് കൊടുക്കരുത്. അങ്ങനെ കൊടുത്താലല്ല കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ റിലയൻസ് ഇല്ലേ, നിങ്ങളുടെ അവലംബങ്ങളിൽ ദൈവത്തിൽ നമുക്ക് ചില പറയുക താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറയില്ല. പറയാൻ ഭംഗിയാണെങ്കിലും ഈ സംഭവം വർക്കൗട്ട് ചിലപ്പോൾ ചെയ്യത്തില്ല. ഇപ്പം ഞാനും അപ്പം നിങ്ങൾ ചോദിക്കും നമ്മൾ അധ്വാനിക്കണ്ടേ, അല്ലാതെ വെറുതെ പ്രാർത്ഥിച്ചാൽ മതിയാ എന്ന് ആ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് നമുക്ക് ഈ കഴിവുകളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം തന്ന ദൈവം. അപ്പോൾ ദൈവത്തെ റിലേ ചെയ്യുമ്പോൾ നമുക്ക് ഭാഗികമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല.
അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഭാഗികമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തെ റിലേ ചെയ്യുമ്പോൾ നമ്മൾ താൻ പാതി ദൈവം പാതി എന്ന് പറയുമ്പോൾ ദൈവവും നമ്മളും ഒരു ദൈവമായിട്ട് അവിടെ വരികയല്ലേ. അങ്ങനെ പറ്റത്തില്ല. അത് അപ്പോഴേ ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളറിയാതെ മറ്റൊരു ദൈവമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരും. അതുകൊണ്ടാണ് ബൈബിൾ എപ്പോഴും പറയണത്, ഞാനല്ലാതെ മറ്റൊരു അവലംബം നിങ്ങൾക്കുണ്ടാവരുതെന്ന്. നിർത്താറുണ്ട്. എൻ്റെ പേര് ജസമ സിനോയി. ഞാൻ ചമ്പക്കുളം വടക്കേമച്ചേരി സെൻറ്റ് ജോർജ് ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ ഒരു കുഞ്ഞിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ്. എൻ്റെ കുഞ്ഞും ഞാനിവിടെ വന്നു 13/2/2020 ഞാൻ ഇവിടെ ഉടമ്പടി എടുത്താണ്. ആ വർഷം തന്നെ മെയ്യിൽ കുഞ്ഞിന് ഒരു ഹെഡ് ഇഞ്ചുറി ഉണ്ടായി. അതായത് മെയ് 24 ആയപ്പോഴേക്കും ആ സമയത്ത് ഭയങ്കര ഒരു മഴ. ആ മഴ, എനിക്ക് 3 പിള്ളേരാണ്. അപ്പം മൂത്ത ആൾ 3ലും മറ്റേ ഇയാൾ നടുക്കത്തെ ആളാണ് 2ാം ക്ലാസ്സിൽ. ഏറ്റവും അവസാനത്തെ ആൾ UKGയിലുമാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഭയങ്കരമായിട്ട് ഈ മഴ പെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും പുറത്ത് ഭയങ്കര ഈ തിണ്ണയിലൊക്കെ മഴവെള്ളം അടിച്ചു കയറുന്നുണ്ട്. അപ്പം ഒരു 12 മണി 1 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ പിള്ളേരോട് പറഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് ചോറെടുക്കാനായിട്ട് ഞാൻ അടുക്കളയോട്ട് പോയിട്ട് പറഞ്ഞു, ആരും പുറത്തോട്ട് ഇറങ്ങല്ലേ, ഞാൻ കഥ പഠിച്ചിട്ടേക്കാണ്, നിങ്ങളവിടെ ഇരുന്ന് TV കണ്ട് പുറത്തോട്ട് ആരും ഇറങ്ങല്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇതിലൊരാൾ കറണ്ട് പോയ സമയത്ത് ഒരാൾ പുറത്ത് ചാടി, ഇവൾ പുറത്തിറങ്ങിപ്പോയി. പുറത്തിറങ്ങി അവിടെ ഞങ്ങൾക്ക് റേഷൻ കടയാണ്. ഇപ്പോൾ അതിൻ്റെയൊക്കെ കിറ്റ് കൊണ്ടുവെക്കുന്ന പടുത ഈ കട്ടിലിട്ടിട്ടുണ്ട്. അവിടെ പടുതയൊക്കെ ഇട്ടേക്കുവാണ്. ഇവിടെ ആ പടുതയുടെ മണ്ടയിൽ കൂടെ ചാടി താഴോട്ട് വീണ്. അപ്പോൾ അവിടെ ആ സമയത്ത് തന്നെ പൈപ്പും പൊട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ 2 വർഷം മുന്നാണ് സംഭവിക്കുന്നത്. അവിടെ ആ പ്രായത്തിൽ എന്തോന്നു അവൾ എടുത്ത് ചാടി. ഇപ്പുറത്ത് കരിങ്കൽത്തൂണാണ്, അപ്പുറത്തെ സൈഡിൽ സ്റ്റെപ്പാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ നടുക്കായിട്ട് വന്ന് വീണു. അപ്പോൾ അടുക്കളയിൽ നിന്നപ്പോഴേക്കും ഭയങ്കരമായിട്ട് വന്ന് വീഴുന്ന ഒരു സ്വരമാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ ഓടി ഇവിടെ വന്നപ്പോഴേക്കും പുള്ളിക്കാരൻ ഞങ്ങൾ വഴക്ക് പറയുന്നത് പേടിച്ച്, അമ്മ എനിക്കൊന്നുമില്ല, എനിക്കൊരു കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ നോക്കുമ്പോഴേക്കും തലയുടെ പുറകെ നല്ലതായിട്ട് നീര് വെച്ചു. നമ്മുടെ മെയിൻ സ്ഥലം മേടില്ല, ആ സ്ഥലത്ത് ഭയങ്കരമായിട്ട് നീര് വെച്ചു. ഞാൻ ഉടനെ അമ്മേനെ പുറത്തുനിന്ന് വിളിച്ചു, അമ്മായിമ്മേനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ ഇതേ ഇവിടെ ഭയങ്കരമായിട്ട് നീര് വെച്ചു, കുഞ്ഞ് കരയുന്നൊന്നുമില്ല, അവൾ പേടിച്ചിട്ടാണെന്ന്, കരയുന്നൊന്നുമില്ല. അമ്മ ഉടനെ പെട്ടെന്ന് ഐസൊക്കെ വെച്ചു. പക്ഷെ ആ നീര് കുറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് കൂടുതലിഷ്ടം ഈ ചപ്പാത്തി അങ്ങനെയുള്ള ആഹാരമാണ്, ചോറിനേക്കാളും ഇഷ്ടം. അന്ന് കുഞ്ഞിന് വേണ്ടി ഞാൻ ഉച്ചയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കി കുഞ്ഞിന് അവർക്ക് രണ്ടുപേർക്കും ചോറ് കൊടുത്തു. ഇവൾക്ക് ചപ്പാത്തി കൊടുത്തപ്പോഴേക്കും ഒരു ഇച്ചിരി കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു, അമ്മേൻ്റെ 2 സൈഡും എന്തോ പോലെ എനിക്ക് തോന്നുന്നു, ഞാൻ ഇച്ചിരി നേരം ഒന്ന് കടന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പോയി കിടന്നു. മറ്റു 2 പേരോടും പറഞ്ഞു കുഞ്ഞിനെ അവളെ ഇതാക്കുകയൊന്നും ചെയ്യരുത്. അവളെ ഒരു റൂമിലോട്ട് കടത്തി ഞാനതാണ്ട് 2 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ ആഹാരം കഴിക്കാനായിട്ട് പോയി. അപ്പോഴേക്കും മൂത്തയാൾ അവൻ്റെ കളിപ്പാട്ട് എന്തോ എടുക്കാനായിട്ട് ആ റൂമിലോട്ട് കയറുമ്പോഴേക്കും ഈ കൊച്ചു വൊമിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കയ്യിലിട്ടിങ്ങനെ ഞെരടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ ഉടനെ വിളിച്ചു, അമ്മ ഇതേൻ്റെ ഇങ്ങനെ കാണിക്കുന്ന എന്നാ ചോദിച്ചു. ഞാൻ ഉടനെ അവളെ കൊണ്ടുവന്ന് മുഖം കഴിക്കാനായിട്ടൊക്കെ കൊണ്ടുവന്നപ്പോഴേക്കും ആൾ വേറൊരു ഇതിലേക്ക് പോയി. പിന്നെ ഞാൻ അവിടെ ഹാളിൽ കൊണ്ടിരുത്തി അമ്മ എടുക്കുക കൊടുത്തു. അമ്മയൊക്കെ മോളെ എന്നാന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോൾ ഒരു അക്ഷരം മിണ്ടുന്നില്ല. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അമ്മയുടെ കൈ വെച്ച് തന്നെ കുഞ്ഞിൻ്റെ ബോധം പോവുകയാണ്. ഉടൻ തന്നെ ഞങ്ങൾ ആംബുലൻസ് വിളിച്ച് നമ്മുടെ അങ്ങോട്ട് ആംബുലൻസ് കയറി വരാൻ ബുദ്ധിമുട്ടാണ്. അതപ്പോഴേക്കും ഇവിടുന്ന് മങ്കമ്പി ചെന്നിട്ട് വേണം ഞങ്ങൾക്ക് ആംബുലൻസ് കിട്ടാൻ. അപ്പോൾ ഇവിടുന്ന് ഓട്ടോയ്ക്ക് പോയി മങ്കമ്പി വെച്ചു. കുഞ്ഞിന് ആംബുലൻസ് വരാൻ ഇച്ചിരി താമസിച്ചു. അവിടെ വെച്ച് കുഞ്ഞിന് ഫിക്സ് വന്നപ്പം പിന്നെ എനിക്ക് പേടിയായി, കുഞ്ഞിന് ബോധമില്ല. ഞാൻ കേട്ടിട്ടുണ്ട് നാക്കൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് പോകും, മരണത്തിൻ്റെ അതിലേക്ക് പോകും. എനിക്കങ്ങ് പേടിയായി. ഞാൻ നാക്ക് പിടിച്ച് വലിക്കാൻ തുടങ്ങി. എൻ്റെ കയ്യിൽ കുഞ്ഞിൻ്റെ ബ്ലഡ് ഇത് വന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് ഞങ്ങൾ ചങ്ങനാശ്ശേരി പുഷ്പരിക്ക് പോകാൻ വേണ്ടി ഇരുന്നത്. പക്ഷേ കുഞ്ഞിന് ഫിക്സ് വന്നതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അടുത്തുള്ള ഒരു ചങ്ങനാശ്ശേരി NSS ഹോസ്പിറ്റലിൽ പോയി. പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവർ പറഞ്ഞ് പെട്ടെന്ന് പുഷ്പരിക്ക് പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങളുടെ ആംബുലൻസ് ഓക്സിജൻ ഇല്ലായിരുന്നു. അവർ അവിടുത്തെ ഇത് വെച്ചു ഓക്സിജൻ വെച്ചു. ഞങ്ങൾ പുഷ്പരി അതായത് 4 മണിയായി പുഷ്പരി ചെന്നപ്പോൾ അവർ പറഞ്ഞു കുഞ്ഞിന് ഇതിൻ്റെ വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തോടെ മാത്രമേ ഉള്ളൂ കുഞ്ഞിൻ്റെ കുഞ്ഞ് 48 മണിക്കൂറാണ് ഞങ്ങൾക്ക് അവർ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ അവർ ഐസിയിലേക്ക് മാറ്റി 48 മണിക്കൂർ പറഞ്ഞു. ഇവൾ കുഞ്ഞായതുകൊണ്ടായിരിക്കാം ഐസിയിലേക്ക് മാറ്റി. ഞാൻ ഓരോ മണിക്കൂർ ഇടവിട്ട് കുഞ്ഞിൻ്റെ ഇടയ്ക്ക് ചെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ
ഈ എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കൊന്തയുണ്ട്. ആ കൊന്ത എനിക്ക് ഭയങ്കര ശക്തിയാണ്. മാതാവിന് ഭയങ്കര വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ, ഭയങ്കര ശക്തി. അപ്പം ഒരു കൊന്ത ഞാൻ എപ്പോഴും എൻ്റെ കൈ വെക്കുന്നതാണ്. ആ കൊന്ത ശക്തിയാകുമ്പോൾ ഞാൻ പിള്ളേരൊക്കെ എൻ്റെ നിന്ന് പിള്ളേർ അവരുടെ കഴുത്തിടാൻ വേണ്ടി ആ കൊന്ത മേടിക്കും. ഞാൻ അത് വെച്ച് പ്രാർത്ഥിക്കത്തുള്ളൂ. എപ്പോഴും എൻ്റെ കഴുത്ത കിടക്കുന്ന കൊന്ത. അന്ന് ആടെ കഴുത്താലാണ് ആ കൊന്ത പോയത് ഞാൻ ഓർക്കുന്നില്ല. എൻ്റെ കയ്യിൽ ഈ മോതിരത്തിൻ്റെ ആ ഇത് മാത്രമല്ല, ഞാൻ അത് വെച്ചിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഞാൻ കൃപാസന മാതാവെ എൻ്റെ കുഞ്ഞിനെ കാത്തുകൊള്ളേന്ന് പറഞ്ഞു. ഞാൻ ആംബുലൻസ് വെച്ച് കുഞ്ഞിനെ നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ കഴുത്തലാണ് അന്നത്തെ ആ കൊന്ത കിടക്കുന്നത്. സാധാരണ ഓരോരുത്തർക്ക് മാറി മാറിയ കൊന്ത വരുന്നതാണ്. അന്ന് അവിടെ കഴുത്തലാണ് ആ കൊന്ത കിടക്കുന്നത്. ഞാൻ പറഞ്ഞു എന്താ ഇനി മാതാവ് നോക്കിക്കോളും കുഞ്ഞിനെ. എങ്കിലും ഞങ്ങൾ IC 4 മണി അവിടെ ചെന്ന് 4 മണിക്ക് ചെല്ലുന്നു. അവിടെ ചെന്നു കുഞ്ഞിനെ ഓരോ മണിക്കൂർ ഇടപെട്ട് ഞാൻ ചെന്നപ്പോഴേക്കെല്ലാം ഈ കൊന്ത വെച്ച് ഞാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കൊന്നിട്ട് രാത്രി 12 മണിയൊക്കെ ആയപ്പോഴേക്കും സിസ്റ്റർ പറഞ്ഞു ഇങ്ങനെ ഓരോ മണിക്കൂർ ചേച്ചി എത്ര നേരമായി ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ട് ചേച്ചി ഇനി പോയി അവിടെ പോയി റെസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. ഒരു 12 മണി 1 മണി 2 മണി അതിൻ്റെ ഇടയ്ക്ക് ആയപ്പോഴേക്കും കുഞ്ഞിനെ എല്ലാം ഇത് നിശ്ചലമായി പോയി. അത് കഴിഞ്ഞപ്പോഴേക്കും ആ സമയത്തൊന്നും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. 12 മണി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോകുന്നില്ല. 4 മണിയായപ്പോൾ ഞാൻ ചെല്ലുമ്പോഴേക്കും സിസ്റ്റർ പറയുന്നു കുഞ്ഞിൻ്റെ എല്ലാം ഇതായിപ്പോയി. ഞങ്ങളെല്ലാം ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. പക്ഷേ 4 മണി 48 മണിക്കൂർ പറഞ്ഞ കുഞ്ഞ് 4 മണിയൊക്കെ ആയപ്പോഴേക്കും എന്നെ വിളിച്ചിട്ട് അവരെ വിളിച്ചിട്ട് ചോദിച്ചു മമ്മ എന്തിയെ, ഞാൻ എന്നാത്തിന് ഇവിടെ വന്നെന്നിങ്ങനെ ചോദിച്ചു. 48 മണിക്കൂർ പറഞ്ഞ കുഞ്ഞ് 24 മണിക്കൂറായപ്പം കണ്ണു തുറന്നു. വെൻറ്റിലേറ്ററിൻ്റെ ഇതിലാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിനെ ന്യൂറോ ICയിലേക്ക് പിന്നെ അവർ മാറ്റി. 2 ദിവസം അവിടെ ന്യൂറോ IC കിടന്നുള്ളൂ. എല്ലാം ഓരോ ഓരോ IC വെൻറ്റിലേറ്ററിൻ്റെ ഓരോ ഇതും ന്യൂറോ IC വന്നു കഴിഞ്ഞപ്പോഴേക്കും ഓരോ ഇതായിട്ട് മാറ്റി. പിന്നെ അവൾക്ക് 1 വർഷത്തേക്ക് അവർ ഫിക്സ് വന്നുകൊണ്ട് 1 വർഷത്തേക്ക് മെഡിസിൻ കഴിക്കാൻ പറഞ്ഞു. 1 വർഷത്തേക്ക് മെഡിസിൻ കഴിക്കുമ്പോഴെല്ലാം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന ദൈവമേ എൻ്റെ കുഞ്ഞിനൊന്നും പറ്റില്ല. കുഞ്ഞിനെ അവർ പറയും തീക്കകത്ത് കാണിക്കല്ലേ, വെള്ളത്തിൽ പോലെ, അതെല്ലാം കുഞ്ഞിനെ ഭയങ്കരമായിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെക്കാളും നന്നായിട്ട് കെയർ ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് പേടിയായിരുന്നു, ഭയങ്കര പേടിയായിരുന്നു. ഇവിടെ കാര്യം ഓർത്ത് എപ്പോഴും ഒരു പനി വന്നാൽ പേടി, ഇവർക്ക് ഒരു ചുമ വന്നാൽ പേടി, ജലദോഷം വന്നാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിയാണ്. പക്ഷേ ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ഉടമ്പടിത്തൈല വെച്ച് പ്രാർത്ഥിക്കും. ഇവർക്ക് EGക്കൊക്കെ കൊണ്ടുപോകുമ്പോഴെല്ലാം ഞാൻ ആ തൈലം വെച്ച് പ്രാർത്ഥിച്ചു. അന്ന് EGക്ക് കൊണ്ടുപോയപ്പോഴേക്കും ഏതാണ്ട് മെയ് ആ സമയത്ത് ഫസ്റ്റ് എങ്ങാണ്ടാണ് ഇവർക്ക് EG എടുക്കുന്നത്. ഡോക്ടർ പറഞ്ഞു ഒരു EGയും കൂടി നമുക്ക് എടുത്തു നോക്കാം, അതിലൊന്നും ഒന്നും കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ഈ മെഡിസിൻ ഇവിടെ കൂടി നിർത്താമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഒരു മെയ് ഫസ്റ്റ് എങ്ങാണ്ട് EG എടുത്തു. ഞാൻ ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് ഒരു കുഴപ്പമില്ലെങ്കിൽ ഞാനിവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന്. അത് ഇങ്ങനെ പറഞ്ഞു. ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തതിൻ്റെ ഫലമായിട്ട് കുഞ്ഞിനും പിന്നെ EG റിപ്പോർട്ടിൽ നെഗറ്റീവായിട്ടാണ് കാണിച്ചത്, ഒരു കുഴപ്പമില്ല. ഞാനിവിടെ 3 പ്രാവശ്യം വന്നു, ഈ കുഞ്ഞുമായിട്ട് 3 പ്രാവശ്യം വന്നു. പക്ഷേ 3 പ്രാവശ്യം വന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. 3ാമത്തെ പ്രാവശ്യമാണ് എനിക്കിവിടെ വന്ന് ഇത് ചെയ്യാൻ പറ്റിയത്. ചുമ്മാതൊന്നും ഇവിടോട്ട് ഇങ്ങനെ കയറി വരാൻ പറ്റത്തില്ല. ഒരു പ്രത്യേക ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, മാതാവിൻ്റെ ഒരു ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടോട്ട് കയറി വരാൻ പറ്റത്തുള്ളൂ. പിന്നെ എനിക്ക് എൻ്റെ ഇത് പറയാനുള്ളത് 2010 ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യാനായിട്ട് സൗദിയിൽ പോയി. അവിടെ വെച്ച് ഒരു 3 മാസമൊക്കെ ആയപ്പോഴേക്കും അവിടുന്ന് അവർ പറയുകയാണ് തിരിച്ചു പോക്കണം. ഞാനേതാണ്ട് 1.5 ലക്ഷം രൂപയോളം കൊടുത്തിട്ടാണ് ഇവിടേക്ക് പോകുന്നത്. ഞങ്ങൾ 5 മക്കളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ട്. എൻ്റെ നേരെ മൂത്ത നേഴ്സ് എല്ലാവർക്കും ഒത്തിരി പാടുപെട്ടാണ് ഞങ്ങൾ പഠിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഈ 3 മാസം കൊണ്ട് ചെന്നപ്പോൾ അവർ പറയുക പെട്ടെന്ന് പൊക്കോളാൻ വന്നപ്പോഴേക്കും മനസ്സിനാകെ വിഷമമായി. അങ്ങനെ തിരിച്ചു പോരാനായിട്ടൊരു മമ്മി പറഞ്ഞു മമ്മി കുഴപ്പമൊന്നുമില്ല, നീ പോകുന്നു, ഞങ്ങളൊക്കെ നോക്കിക്കോളാം, നീ ഇഞ്ഞ് പോന്നോളാൻ പറഞ്ഞു. എങ്കിലും മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്, എനിക്ക് ആകെ വിഷമിച്ചു. അങ്ങനെ എനിക്ക് ഈ കൃപാസനത്തെ പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു. ഞാനൊരു പുസ്തകം കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. ഈ നമ്മുടെ സൗദി റിയാദിലോട്ടൊക്കെ പോകുമ്പോഴേക്കും കയ്യിൽ കൊന്തയോ അങ്ങനെയൊന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു പുറന്താളില്ലാതെ ഒരു പുസ്തകം കൈവച്ചിട്ടുണ്ടായിരുന്നു. നോക്കിയപ്പോഴേക്കും അന്ന് ഞാൻ ആരെ വിളിച്ചിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ടൊന്ന് പറയാൻ നോക്കി. അന്ന് പുസ്തകം നോക്കുമ്പോഴേക്കും നമ്പർ കിട്ടി. വിളിച്ചപ്പോഴേക്കും കൃപാവരം എന്നാണ് അതിൽ എഴുതിയേക്കുന്നത്. എനിക്കറിയില്ല, കൃപാവരം എന്നാണ് എഴുതിയേക്കുന്നത്. അവരെ വിളിച്ചൊരു ബ്രദറാണ് എടുത്തത്. ബ്രദർ പറഞ്ഞു ഞാൻ ദമാമിലുള്ളൊരു ബ്രദറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ അവർ പ്രാർത്ഥനാ ഗ്രൂപ്പ് അവരെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പം ഇത് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്
പിന്നെ 3 മാസത്തെ അത് ഇവിടുന്ന് പിന്നെ പോകാനായിട്ടുള്ള കാരണം, അവിടുന്ന് സൗദിയിൽ നിന്ന് വിടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരു പെന്തിക്കോസുകാരി ഒരു ചേച്ചി ഉണ്ടായിരുന്നു അവിടെ ഞങ്ങളുടെ ഹെഡ് നേഴ്സായിട്ട്. ആ ചേച്ചി ഹെഡ് നേഴ്സാണ്. ആ ചേച്ചി എന്നും രാവിലെ വന്ന് അവിടെ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് എന്നും വരും. വന്നപ്പോഴേക്കും ഞാൻ അവിടെ പ്രാർത്ഥിക്കാനായിട്ട് ചെലുത്തരും. നമ്മൾ കത്തോലിക്ക് ആയതുകൊണ്ട് ഞാനങ്ങനെ മാതാവിനെ ഇതായിട്ട് തള്ളി പറയുന്ന അടുക്കലായിട്ട് ഞാൻ സാധാരണ പോകത്തില്ല. അപ്പം പുള്ളിക്കാരി അവിടെ വന്ന്, ഞങ്ങൾ 10 മലയാളികളുണ്ട്, ആ 10-ൽ 9 പേരും അവിടെ പോയി അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അവർ പറയുന്നു കുഴപ്പമില്ല, നമുക്ക് മാറി അവരുടെ അപ്പം നമുക്ക് ആ സമയത്തൊന്ന് പോയി പ്രാർത്ഥിച്ചാൽ മതിയല്ലോ, അത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പ്രാർത്ഥന ചെല്ലാമെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു മാതാവിനെ വിട്ട് ഒരു കളിക്ക് ഞാനില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് വൈരാഗ്യം മൂത്താണ് അവരവരുടെ ഡോക്ടറോട്, മെയിൻ ഡോക്ടറോട് പറഞ്ഞു. അവിടുത്തെ ഹെഡ് നേഴ്സാണ് ഈ മലയാളി. ആ പുള്ളിക്കാരി അവരോട് പറഞ്ഞു. അവർ അങ്ങനെ എന്നിൽ എന്തോ തെറ്റ് കണ്ട് അങ്ങനെയാണ് ഈ 3 മാസം കഴിയുമ്പോഴേക്കും അവരെന്നെ തിരിച്ചു വിടുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ കൃപാവരത്തിൻ്റെ ആ ഇതിൽ വിളിച്ച് ഇവിടെ പറഞ്ഞതിൻ്റെ പരമായിട്ട് ഞാൻ ഏതാണ്ട് 3 മാസത്തിനുള്ളിൽ പോകാൻ പറഞ്ഞു. ഞാൻ ഏതാണ്ട് 2 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. എന്നോട് എന്നെ പോകാനായിട്ട് വിടാനായിട്ട് അവിടുത്തെ ഹെഡ് നേഴ്സ് പറഞ്ഞു. ആ പുള്ളിക്കാരി 1 വർഷം പോലും തികച്ചു നിന്നില്ല. അതിന് മുന്നേ അവരെ എൻ്റെ മുന്നിൽ വെച്ച് തന്നെ എന്തോ കാരണത്താൽ അവരിവിടുന്ന് പിരിച്ചു വിട്ടായിരുന്നു. പിന്നെ എനിക്കുള്ളത് എൻ്റെ ആങ്ങളയുടെ കല്യാണമാണ്. ആങ്ങള 38 വയസ്സ് വരെ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു നിന്ന ആളാണ്. ഞാനിവിടെ വന്ന് ഒരു ഓഗസ്റ്റിൽ ഒരു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അവനൊരു ഡിസംബറൊക്കെ ആയപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ താല്പര്യപ്പെട്ടു. പ്രകാരം ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി ചെയ്ത് ഏതാണ്ട് ജനുവരി 5-ാം തീയതി ആയിട്ട് ഇവിടെ വന്ന് ചെയ്തതിൻ്റെ 5-ാം മാസം ഉടമ്പടി എടുത്ത് 5 മാസം കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ കല്യാണം നടന്നു. ഇപ്പം അവൻ്റെ ഭാര്യ പ്രഗ്നൻ്റാണ്, 5 മാസമാണ്. എല്ലാത്തിനും നന്ദി, കോടാനുകൂടുന്നു. എൻ്റെ പേര് ബിൻസി. ഞാൻ കുറ്റിപ്പുഴ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഇടവകാംഗമാണ്. ഞാൻ 12 വർഷമായിട്ട് കുവൈറ്റിൽ സ്റ്റാഫ് നഴ്സായിട്ട് ഫാമിലിയോടൊപ്പം ജീവിക്കുന്നു. കഴിഞ്ഞ 2019 കൊറോണയുടെ ടൈമിൽ എനിക്ക് കഴുത്തിന് ശക്തിയായ വേദന വന്നിരുന്നു. ആദ്യം ഞാനത് കാര്യമാക്കിയില്ല. പിന്നീട് അത് എനിക്ക് കൈയിലേക്ക് റേഡിയേറ്റ് ചെയ്യാനും കൈക്ക് മരയിപ്പും എൽബോയുടെ അവിടെ ബൾജ് ആവാനും തുടങ്ങി. അപ്പോൾ എനിക്ക് യാതൊരു പണിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ഡ്യൂട്ടിയിലായാലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കൈവേദന കാരണം. ഒരു ദിവസം 1 മണിക്കൂറിൽ 10 ടൈംസ് എങ്കിലും ഞാൻ വേദന പറയുമായിരുന്നു. അങ്ങനെ ഞാനത് അതിന് വേണ്ടിയിട്ട് എൻ്റെ ലീവ് ഓപ്പൺ ആയപ്പോൾ 2020 ഡിസംബറിൽ ആയുർവേദ ചികിത്സയ്ക്കായിട്ട് നാട്ടിൽ വന്നു. 1 വീക്ക് അഡ്മിറ്റായി ആയുർവേദ ചികിത്സ നടത്തി ഞാൻ തിരിച്ച് പോയി. പക്ഷേ എനിക്ക് കാര്യമായി വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാനൊരു എമർജൻസി ലീവിന് 6 മന്ത്സ് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ ഏകദേശം ഒക്ടോബറിൽ എൻ്റെ ലീവ് സാങ്ഷനായി. അങ്ങനെ ഞാൻ ലീവിന് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ട്രാൻസ്ഫർ വന്നു. അപ്പോൾ ഞാൻ 12 ഇയേഴ്സായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മാനസികമായിട്ട് ആ പുതിയ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടോട്ടലി ഭയങ്കര വിഷമത്തിലായി. ഡ്യൂട്ടിയിൽ ഞാനത് കാണിച്ചില്ലെങ്കിലും വീട്ടിൽ വന്ന് ഞാൻ ഒത്തിരി കരയാൻ തുടങ്ങി. അപ്പോൾ എന്നെ നന്നായി അറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്, എന്തായാലും നീ നാട്ടിൽ പോവാല്ലേ, കൃപാസനത്തിൽ വന്ന് ഒന്ന് ഉടമ്പടി എടുക്കുക, എല്ലാം ശരിയാവുമെന്ന്. അപ്പോൾ എനിക്ക് ട്രീറ്റ്മെൻറ്റിന് പോകാനുള്ള മാനസികാവസ്ഥ ഇല്ലായിരുന്നു. കോട്ടയത്ത് ഞാൻ ട്രീറ്റ്മെൻറ്റ് ബുക്ക് ചെയ്തു. 1 വീക്കിനുള്ള ടിക്കറ്റും റെഡി ആയിരുന്നു എൻ്റെ. അപ്പോൾ ഞാൻ കൃപാസനത്തിൽ ട്യൂസ്ഡേ വന്നാൽ എനിക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ അത് നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്തു. ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ലീവിന് വന്നു. എനിക്ക് ഈ ഉടമ്പടിയെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ നന്നായി ഒന്ന് പ്രാർത്ഥിച്ച് പോകാമെന്ന് ഞാൻ കരുതിയുള്ളൂ. തിരിച്ച് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നു. ഉടമ്പടി എടുത്ത് പോയി പ്രാർത്ഥനകൾ തുടങ്ങി. ആദ്യം 2-3 ദിവസമൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. പിന്നെ ഞാൻ സ്ഥിരമായി ഇവിടുത്തെ ധ്യാനവും സാക്ഷ്യങ്ങളും കേൾക്കാൻ തുടങ്ങി. അതെന്നെ പെട്ടെന്ന് എനിക്ക് ആ ഉടമ്പടിയെക്കുറിച്ച് ഞാൻ ഒത്തിരി പഠിക്കാൻ തുടങ്ങി, എന്താണെന്ന് അറിയാൻ ശ്രമിച്ചു. ഞാൻ സാധാരണ രീതിയിൽ എന്ത് ചിന്തിച്ചാലും അത് യുക്തിപൂർവ്വം ചിന്തിക്കുന്ന വ്യക്തി, എന്തുകൊണ്ട് എന്ന്. അപ്പോൾ എനിക്ക് ഉടമ്പടിയിൽ എന്തിരിക്കുന്നു, മാതാവിനോട് അവിടെ വെച്ച് പ്രാർത്ഥിച്ചാലും ഒന്നല്ലേ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കുമായിരുന്നു. മുമ്പ് ഉടമ്പടിയെക്കുറിച്ച് പലവരും പറഞ്ഞെങ്കിലും എനിക്കതിനോട് താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇത് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. പക്ഷേ ഈ സമയത്ത് ഞാൻ പോലും അറിയാതെ എൻ്റെ വേദന മാറിയെന്നുള്ള സത്യം. ഞാൻ
ട്രീറ്റ്മെൻറ്റ് ക്യാൻസൽ ചെയ്ത് പോയ വ്യക്തിയാണ്. ഒരു 1 വീക്ക് ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് മാറാതെ ഞാൻ എല്ലാ ദിവസവും 10 ടൈംസ് പെയിൻ പറയുന്ന എൻ്റെ കൈ വേദന ഞാൻ പോലും അറിയാതെ മാറാൻ തുടങ്ങി. ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യാതെ ആയി തുടങ്ങി വേദന. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ചേഞ്ച് നടക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ സ്ലോവിലി എനിക്കിപ്പോൾ കംപ്ലീറ്റ് എൻ്റെ വേദന മാറി. റൈറ്റ് ഹാൻഡ് ആയതുകൊണ്ട്, നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ഹാൻഡ് ആയതുകൊണ്ട് അത് നമുക്ക് അറിയാൻ പറ്റും. എപ്പോഴും സ്ഥിരമായി വേദന എടുത്തുകൊണ്ടിരുന്നതാണ്, കംപ്ലീറ്റ് ആയിട്ട് അതെനിക്ക് മാറിക്കിട്ടി. ഇപ്പോൾ എനിക്ക് എല്ലാ ജോലികളും വീട്ടിൽ ചെയ്യാനും യാതൊരു തടസ്സവുമില്ല. അതുപോലെ കയ്യിലുണ്ടാവുന്ന നീരും കംപ്ലീറ്റ് ആയിട്ട് മാറി. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, ഞാനിവിടെ വരുന്നത് ഒക്ടോബറാണ് ഉടമ്പടി എടുക്കാൻ വരുന്നത്. ജൂണിൽ ഞാൻ OET എക്സാം അറ്റൻഡ് ചെയ്തിരുന്നു. അന്ന് സത്യത്തിൽ എനിക്ക് ഒന്ന് ട്രയൽ ചെയ്യാമെന്ന്, സേഫായ ജോലി ആയതുകൊണ്ടും വലിയ കുഴപ്പമില്ലാതെ പോകുന്നതുകൊണ്ടും എനിക്കതൊരു മസ്റ്റായിരുന്നില്ല. അപ്പോൾ ഞാനൊന്ന് ട്രയൽ അടിക്കാമെന്ന് കരുതി എഴുതിയ എക്സാമാണ്. പക്ഷേ എനിക്ക് സ്പീക്കിംഗ്, ഞാൻ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് വിചാരിച്ച സ്പീക്കിംഗ്, ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ടെൻഷൻ കാരണം ഭയങ്കരമായിട്ട് പോസ് വന്നു. അങ്ങനെ സ്പീക്കിങ്ങിന് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പോയി. ബാക്കി എല്ലാ മൊഡ്യൂളും എനിക്ക് കിട്ടി. പക്ഷേ ഞാൻ കരുതി എനിക്ക് വലിയ വിഷമമൊന്നും തോന്നിയില്ല, ടൈമുണ്ട്, ഇനി കിട്ടി എന്നായിരുന്നു. പക്ഷേ ഈ ട്രാൻസ്ഫർ ഹോസ്പിറ്റലിൽ വേറെ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ആയതുകൊണ്ട് ഞാൻ അതിയായി ആഗ്രഹിച്ചു അവിടെ ജോയിൻ ചെയ്യാതെ ഡിസംബറിൽ എനിക്ക് റിസൈൻ ചെയ്ത് നാട്ടിൽ വരണമെന്ന്. അപ്പോൾ OET കിട്ടിയാൽ മാത്രമേ എനിക്ക് റിസൈൻ ചെയ്യാനൊരു ഓപ്ഷനുള്ളൂ. അപ്പോൾ ഞാൻ ഈ ലീവിന് വന്നപ്പോഴാണ് ഉടമ്പടി എടുത്തത് ഒക്ടോബറിൽ. അപ്പോൾ ഞാൻ ഒരു നിയോഗമായിട്ട് അത് വെച്ചിരുന്നു. മാതാവേ, എനിക്ക് നെക്സ്റ്റ് ടൈം OET പാസ്സായി സ്പീക്കിങ്ങിന് മാത്രം എനിക്ക് ക്ലബിങ് ചെയ്യാമെന്നായിരുന്നു എൻ്റെ ഉദ്ദേശം. സ്പീക്കിങ്ങിന് മാത്രം എനിക്ക് പാസ്സാക്കി എന്നെ റിസൈൻ ചെയ്യാൻ അനുവദിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി പുതുക്കണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ ഞാൻ ഒരു നിയോഗമായിട്ട് അത് വെച്ചു. പക്ഷേ ഉടമ്പടിയുടെ കാര്യങ്ങൾ, ജോലി, വീട്ടിലെ ജോലി എല്ലാം കൂടി എനിക്ക് സത്യം പറഞ്ഞാൽ പഠിക്കാൻ സമയമില്ലായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ ഹസ്ബൻഡ് പറയുമായിരുന്നു, നീ ദൈവം പാതി നീ മനുഷ്യൻ പാതി എന്ന്. അപ്പോൾ നീ പഠിക്കാതെ പ്രാർത്ഥന മാത്രം ആയാൽ എങ്ങനെ പാസ്സാവുമെന്ന്. പക്ഷേ എനിക്ക് ഡേറ്റും കിട്ടുന്നില്ലായിരുന്നു. അവിടെ ഡേറ്റ് കിട്ടാൻ ഒത്തിരി പാടായിരുന്നു. അപ്പോൾ ഒരു ഡേറ്റ് തരണേന്ന് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഞാൻ 1 അവർ കൂടുമ്പോൾ നെറ്റിൽ ചെക്ക് ചെയ്യും ഡേറ്റ്. എനിക്ക് കിട്ടിയിരുന്നില്ല. ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഡേറ്റ് നോക്കാൻ ഒരു മനസ്സിലങ്ങനെ തോന്നിച്ചു.